ഇന്ന് നിങ്ങളെല്ലാവരും ഈ ഇടുക്കി സൗത്തിൻ്റെ വികസിത കേരള കൺവെൻഷൻ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞതുപോലെ ഇത് നടക്കാൻ പോകുന്നത് ഒരു ഡേറ്റ് ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെ ആയിരുന്നു. പക്ഷേ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു പ്രോഗ്രാം മാർപ്പാപ്പൻ്റെ ഫ്യൂണറലിന് കാരണം കുറച്ച് പോസ്റ്റ്പോൺമെന്റ് വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ വരുന്നത്. അത് ക്ഷമിക്കണം. ഈ വികസിത കേരള കൺവെൻഷൻ 30 കേന്ദ്രത്തിൽ നടന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ഞാൻ BJP എൻഡിഎയുടെ വികസിത കേരളം കാഴ്ചപ്പാടിനെ കുറിച്ച് പ്രവർത്തകരും ഭാരവാഹികളും അവരൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, ഈ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാൻ ആണ് ഈ കൺവെൻഷൻ കാണുന്നത്. അപ്പൊ വികസിത കേരളം എന്താണെന്ന് ചോദിച്ചാൽ അത് 3.5 കോടി മലയാളികളുടെ വികസനം, അവർക്ക് അവരുടെ ക്ഷേമം, അവരുടെ പുരോഗതി, ഇതാണ് BJP ലക്ഷ്യം പറയാനാണ് ഈ വികസിത കേരളം മുമ്പോട്ട് വരുന്നത്. വികസിത കേരളം, വികസിത ഭാരതം, നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 കൊല്ലം 15 കൊല്ലം ഇന്ത്യയിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വികസിത കേരളം സൃഷ്ടിക്കണം എന്നാണ് BJP ലക്ഷ്യം. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ഒരു വികസനം, പുരോഗതി, ഒരു നല്ല ഭാവി അവർക്ക് വേണമെന്ന് പറയുന്നു. അപ്പോ അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി വികസിത കേരളം സൃഷ്ടിക്കാൻ BJPക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന് BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. ജനങ്ങളും പറയുന്നു, പാർട്ടിയും പറയുന്നു. അപ്പൊ അത് നമ്മുടെ ദൗത്യമാണ്. ഈ വികസിത കേരളം എന്ന ലക്ഷ്യം, അതിനുവേണ്ടി BJP അധികാരത്തിൽ വരണം എന്നൊരു ദൗത്യമാണ്. ഞാൻ അന്ന് ചുമതലയേറ്റ മാർച്ച് 26-ാം തീയതി സംസ്ഥാന കൗൺസിൽ അംഗത്തിന് മുമ്പ് പറഞ്ഞു, ഈ വികസിത കേരളം എന്ന ദൗത്യം BJP അധികാരത്തിൽ കൊണ്ടുവരാൻ ഒരു ദൗത്യം, ഇത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ വീണ്ടും മടങ്ങി പോകുള്ളൂ. മാറ്റം വരണം പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, അല്ലല്ല ഞങ്ങൾ മാറ്റം കൊണ്ടുവന്നു. അപ്പൊ മാറ്റം കൊണ്ടുവരുന്നത് ഈ 2 പാർട്ടിക്ക് ഇപ്പൊ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വികസനം പറയുമ്പോൾ BJP എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? BJP എൻഡിഎയുടെ കാഴ്ചപ്പാട് എന്താണ്? ഇതൊരു ഇലക്ഷൻ സ്ലോഗൻ അല്ല, ഇതൊരു വാഗ്ദാനമല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യമാണ്, ഞങ്ങളുടെ ദൗത്യമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും വേദനകളും പരിഹരിക്കുന്ന ഒരു വികസനം, അതാണ് ഞങ്ങളുടെ വികസനം. വ്യവസായങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കുന്ന ഒരു വികസനം, യുവാക്കളുടെ സ്വപ്നങ്ങൾ ഇവിടെ ഈ നാട്ടിൽ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഇല്ലാത്തൊരു വികസനം, നാടിന്റെ സാധ്യത, ഈ നമ്മുടെ ഗോഡ് കൺട്രി എന്ന് പറഞ്ഞ നാടിന്റെ
BJP പറയുന്ന വികസനം. ഇതിന് അധ്വാനിക്ക് BJP, ഇതിനുവേണ്ടി പ്രവർത്തിക്കും BJP. അപ്പോൾ BJP എനിക്ക് വികസിത കേരളം എന്ന് പറയുമ്പോൾ ഇത് ഒരു ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ലക്ഷ്യം എന്താണ് പറയുന്ന ഒരു കാര്യമാണ്. ഇത് മുദ്രാവാക്യമല്ല, ഇലക്ഷന്റെ സമയത്ത് ഒരു സ്ലോഗൻ. അപ്പൊ ഞാൻ ഈ വികസിത കേരളത്തിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാവരും പ്രവർത്തകരാണ്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്, അവരുടെ വഴി ജനങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ശ്രദ്ധയോട് കേൾക്കണം, മനസ്സിലാക്കണം. ഒന്നാമത് വികസനം. ഞാൻ പറഞ്ഞ പോലെ ജനങ്ങൾ 70 കൊല്ലം എല്ലാ 5 കൊല്ലം ലോക്കൽ ബോഡി ഇലക്ഷൻ ആണോ, അസംബ്ലി ഇലക്ഷൻ ആണോ, ലോക്സഭ ഇലക്ഷൻ ആണോ, ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റേ പാർട്ടി, ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മറ്റേ കാൻഡിഡേറ്റ് അവരെ വാഗ്ദാനം വിശ്വസിച്ച് അവസരം കൊടുക്കുന്നു. ഈ കഴിഞ്ഞ 70 കൊല്ലം 65 കൊല്ലം 60 കൊല്ലം ഏത് പീരീഡ് എടുത്താണെങ്കിലും ഈ ജനങ്ങൾ അവസരം കൊടുത്തു, വിശ്വസിച്ച് അവസരം കൊടുത്തപ്പോൾ ആര് എന്ത് ചെയ്തു, ഇതിന്റെ റിപ്പോർട്ട് കാർഡ്, അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വികസനത്തിന്റെ റിപ്പോർട്ട് കാർഡ് 2004 മുതൽ 2014 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി. അദ്ദേഹം കാർഗിൽ യുദ്ധം ജയിച്ച് ഇന്ത്യൻ ഇക്കോണമിയെ ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ 2004 കോൺഗ്രസ് പാർട്ടി വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിശ്വസിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഭരിക്കാനുള്ള അവസരം കൊടുത്തു. 2004 മുതൽ 2014 വരെ 10 കൊല്ലം ഭരിച്ചു. കോൺഗ്രസ് ഭരിച്ചത് ആരുടെ പിന്തുണയോടാണ്? ആദ്യത്തെ 5 കൊല്ലം CPM പിന്തുണയോടാണ് ഈ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചത്. കോൺഗ്രസിന്റെ 8 മന്ത്രിമാർ, സെൻട്രൽ ഗവൺമെന്റ് 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിലെ മന്ത്രിമാർ. ആ 10 കൊല്ലം എന്ത് നടന്നു? ജനങ്ങളെ വിശ്വസിച്ചു, അവസരം കൊടുത്തു. 10 കൊല്ലം ഈ പാർട്ടി ഭരിച്ചു. എന്നിട്ട് എന്ത് നടന്നു? ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററി ഏറ്റവും വലിയ കേട്ടു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത തൊഴിലാളി, ചരിത്രത്തിൽ കാണാൻ കിട്ടാത്ത അഴിമതി, ടെലികോം സ്കാം, ഗോൾഡ് സ്കാം, സബ്മറീൻ സ്കാം, ഹെലികോപ്റ്റർ സ്കാം, വന്ന നിക്ഷേപമെല്ലാം ഓടി മടങ്ങിപ്പോകും. 26/11 പാകിസ്ഥാനി ഭീകരവാദി വരുമ്പോൾ നമ്മുടെ സൈനികർക്ക് ജെറ്റ് ഫൈറ്റർ ഇല്ല, അതിന് കാശില്ല. ബോർഡർ റോഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ കാശില്ല. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങാൻ കാശില്ല. തോക്ക് വാങ്ങാൻ കാശില്ല. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഇത് പാകിസ്ഥാനി ഭീകരവാദിയല്ല, ഇത് RSS ചെയ്ത പണിയാണ്. ആ 10 കൊല്ലം ഭരിച്ചപ്പോൾ അടൽ ബിഹാരി വെച്ച് പോയ ഒരു ശക്തമായ ഇക്കോണമിയെ ലോകത്തിന്റെ 5 ഏറ്റവും ദുർബലമായ ഇക്കോണമി 1-ാം നമ്പറാക്കി വെച്ചു. ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു, ചെയ്ത കാര്യങ്ങൾ ഇതാണ്. 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ. മുല്ലപ്പെരിയാറിന്റെ ആ ഒരു പ്രശ്നം പരിഹരിച്ചോ? ഇല്ല. വന്യമൃഗശല്യം പരിഹരിച്ചു? ഇല്ല. കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. എന്താ നടന്നത്? ജനങ്ങൾ വിശ്വസിച്ച അവസരം കൊടുത്തപ്പോൾ നടന്നത് അഴിമതി, പീഡന രാഷ്ട്രീയം. ശരി, അത് കോൺഗ്രസിന്റെ റിപ്പോർട്ട് കാർഡ്.
ഇനി കഴിഞ്ഞ ദശകം ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ 9 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു LDF ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPM. ഇവിടെ എന്താ നടന്നത്? ജനങ്ങളെ വിശ്വസിച്ചു. പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നെല്ലാം പറഞ്ഞ ഒരു വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിശ്വസിച്ചു, അവസരം കൊടുത്തു. എന്താ ഇവിടെ 9 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കടം വാങ്ങാണ്ട് ഈ സർക്കാർ ഒരു ഇഞ്ച് പോകാൻ പറ്റും. അതാണ് സ്ഥിതി. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളമാണ്. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ കേരളമാണ്. തൊഴിലില്ല. യുവാക്കൾ ഇവിടുന്ന് പോയി പുറത്തു പോയി തൊഴിൽ നോക്കുന്നു. പഠിക്കുന്നുമില്ല, പഠിക്കാനും പുറത്തു പോകുന്നു. മലയോര കർഷകരാണ്, അവരെ ശത്രുവായി കാണാം. വന്യമൃഗശല്യം 2023 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസാക്കിയ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തില്ല. കടം വാങ്ങാൻ ഞാൻ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകാൻ. എന്നിട്ട് ഞാൻ കേട്ടു ഇവർ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPM ആഘോഷിക്കാൻ പോകും. എന്തിന്റെ ആഘോഷം? ആർക്ക് വേണ്ടി ആഘോഷം? ആശാ വർക്കേഴ്സ് 100 രൂപ ഓണറേറിയം വർദ്ധിക്കുന്ന ചോദിക്കുമ്പോൾ അതിൽ കൊടുക്കാൻ ആശിച്ചു. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ആശിച്ചു. ഗവൺമെന്റ് പെൻഷനേഴ്സിന് പെൻഷൻ എത്തുന്നത് 7-8 മാസം കഴിഞ്ഞു. ഒരു ഒറ്റ പദ്ധതി കഴിഞ്ഞ 9 കൊല്ലം കോൺഗ്രസ് അല്ലെങ്കിൽ CPM ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കാണുന്നത് ഒറ്റ പദ്ധതി ചെയ്തിട്ട് കർഷകർക്കാണോ, മത്സ്യത്തൊഴിലാളികൾക്കാണോ, മലയോര കർഷകർക്കാണോ, റബ്ബർ മേഖലയിലാണോ, ഒറ്റ പദ്ധതി ചെയ്യില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ആയിരിക്കുന്ന പദ്ധതി അതിലൊരു സ്റ്റിക്കർ അടിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ അടിച്ച് ഒരു മിനിസ്റ്ററുടെ ഫോട്ടോ അടിച്ച് ഇനോഗ്രേറ്റ് ചെയ്തു. ഇത് ഞങ്ങളുടെ പദ്ധതി അത് പറഞ്ഞു നടക്കുന്നത്. ഇതാണ് നടക്കുന്നത്. 9 കൊല്ലം ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു, ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു. ചെയ്ത കാര്യങ്ങൾ ചെയ്ത പണി ഇതാണ്. അടിസ്ഥാന സൗകര്യം, ഒരൊറ്റ അടിസ്ഥാന സൗകര്യം 10-20 കൊല്ലം ആയിട്ട് കടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളും ഇതുവരെ പരിഹരിച്ചു. അത് വന്യമൃഗശല്യമാണോ, മലയോര മേഖലയിൽ അവരുടെ പ്രശ്നങ്ങളാണോ, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ആ ഇഷ്യൂ 50 ലക്ഷം ജനങ്ങളെ ഒരു ഡേഞ്ചർ എടുക്കുന്ന ഇഷ്യൂ ആണ്. സ്റ്റാലിൻ ആണ് മുഖ്യമന്ത്രി തമിഴ്നാട്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും എത്രയോ തവണ ഡൽഹിയിൽ ഇരുന്ന് പരിപ്പ് വടയിൽ ചായ കുടിച്ച് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞു അവരെന്താണ് ഇത് പരിഹരിക്കാറ്? അവര് 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്, സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട്. ആ പരിപ്പ് വടയിൽ ചായ ഇത്ര തവണ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴോ ഈ മുല്ലപ്പെരിയാറിന്റെ പരിഹാരം എടുക്കാൻ എന്താണ് ചെയ്യാറ്? അപ്പോ എന്തിനാണ് ആഘോഷം? മലയോര മേഖലയിൽ ആരും ആഘോഷിക്കുന്നില്ല, ആശാ വർക്കേഴ്സ് ആരും ആഘോഷിക്കുന്നില്ല, യുവാക്കൾ ആരും ആഘോഷിക്കുന്നില്ല. എൻട്രൻസ് എക്സാം പാസ്സായ യുവാക്കൾ അവർക്ക് തൊഴിൽ കിട്ടാതിരിക്കുമ്പോൾ അവരാഘോഷിക്കുന്നില്ല. ദളിത് സമുദായത്തിന് ആരും ആഘോഷിക്കുന്നില്ല. വീട് വേണമെന്ന് പറഞ്ഞ് 8 കൊല്ലം ലൈഫ് മിഷനും പറഞ്ഞ് നടക്കുന്ന ഒരു പ്രോമിസ് കൊടുത്ത് നടക്കുന്ന ഒരു സർക്കാർ ഇതുവരെ വീട് കൊടുത്തിട്ടില്ല.
ഈ രണ്ട് പാർട്ടി പണ്ട് കാലത്ത് വ്യത്യാസം ഉണ്ടായി. രണ്ട് പാർട്ടി, ഒരു പാർട്ടി അക്രമത്തിന്റെ രാഷ്ട്രം, ഒരു പാർട്ടി അഴിമതിയുടെ രാഷ്ട്രം. ഇന്ന് ഒരു വ്യത്യാസം, രണ്ട് പാർട്ടി LDF UDF അവര് ഭരിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു കോൺഗ്രസ് രാജവംശം, ഇവിടെ ഒരു മരുമകനും മകളും, അവിടെ ഒരാണ് ലെഫ്റ്റിലാണ്. അഴിമതിയാണ് അവർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ റിപ്പോർട്ടാണ് നമ്മൾ BJP 2014 കോൺഗ്രസിന്റെ ഭരണം മടുത്ത് ജനങ്ങൾ പറഞ്ഞ് മാറ്റം വേണം, നരേന്ദ്രമോദിജിയെ കൊണ്ടുവരണം. അദ്ദേഹം 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച അവസരം കൊടുത്തപ്പോൾ കഴിഞ്ഞ വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയാം, ചാനൽ വഴി കേൾക്കുന്ന എല്ലാവരും പറയാം, ലോകത്തിൽ എല്ലാവരും ആ ദുർബലമായ ഇക്കോണമിയെ 4ാം നമ്പർ, ലോകത്തിന്റെ 4ാം നമ്പർ ആക്കി ഇക്കോണമിനെ ആക്കി വെച്ചത് നരേന്ദ്രമോദിജി BJP സർക്കാർ. എത്രയോ തൊഴിൽ, എത്രയോ കോടിക്കണക്കിന് നിക്ഷേപം. ഇന്ന് ലോകത്തിൽ ഒറ്റ കമ്പനി ഇല്ല, ഇന്ത്യയിൽ അവരുടെ ഫാക്ടറി ഇല്ലാത്ത ഒറ്റ കമ്പനി ഇല്ല, അല്ലെങ്കിൽ ഗ്ലോബൽ R&D സെന്റർ. കോൺഗ്രസിന്റെ സമയത്ത് ഈ മൊബൈൽ ഫോൺ, ഞാൻ ഉദാഹരണമായിട്ട് പറയണം, മൊബൈൽ ഫോൺ എന്ന ഒരു സാധനം 98% ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് ആപ്പിൾ ആണോ സാംസങ് ആണോ ഇവിടെ ഉണ്ടാക്കിയ കഴിഞ്ഞ കൊല്ലം 1,20,000 കോടി മേടിക്കുന്ന മൊബൈൽ ഫോൺ ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യും. ഇതാണ് മാറ്റം. 10, 20, 30 കൊല്ലമായിട്ട് സ്റ്റക്കായ പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണെന്ന് വെച്ച പ്രശ്നങ്ങൾ നരേന്ദ്രമോദി കഴിഞ്ഞ 10 കൊല്ലത്തിൽ ചെയ്തു. ആ വിഴിഞ്ഞം പോർട്ട് 20 കൊല്ലമായിട്ട് സ്റ്റക്കായ പോർട്ട് പ്രോജക്റ്റ് അതിന് ചെയ്തു കൊടുത്തത് നരേന്ദ്രമോദി. കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് എത്രയോ കാലമായിട്ട് സ്റ്റക്കായി കിടക്കുന്ന പ്രോജക്റ്റ് നരേന്ദ്രമോദി ചെയ്തു. അപ്പൊ 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസും CPM ഒരുമിച്ച് ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു? BJP നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു? ഇത് റിപ്പോർട്ടുകാർ ഞാൻ മുമ്പോട്ട് വെച്ചു. ഇത് എല്ലാവരും പറയണം. ഈ വികസനത്തിന്റെ ഒരു കഴിവുള്ള ഒരു പാർട്ടി BJP മാത്രമാണ് എല്ലാവരും പറയണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും വേണ്ടി വികസിത കേരളം. ഇത് മുദ്രാവാക്യമല്ല, ഇത് BJPന്റെ ഒരു ഐഡിയോളജിയാണ്. 2014 നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആയപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ സബ്കാ സാത്ത് സബ്കാ വികാസിൽ വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ഇങ്ങനെയാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അത് ഹിന്ദിയിൽ സബ്കാ സാത്ത് സബ്കാ വികാസ്, മലയാളത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരുകളും പാർട്ടിയും. 2014 മുതൽ ഇന്ന് വരെ ഒരൊറ്റ പദ്ധതി, ഒരൊറ്റ പ്രോജക്ട്, ഒരൊറ്റ സ്കീം നരേന്ദ്രമോദിജി ഒരു സമുദായത്തിന് പുറത്തു വിട്ടിട്ടോ വേറെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടി, എല്ലാവരോടൊപ്പം ഏത് സ്കീമാണെങ്കിലും അദ്ദേഹം അങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഞാൻ തയ്യാറാണെന്ന് ഈ ആരെങ്കിലും ഒറ്റ സ്കീമോ ഒരു പോളിസി കാണിച്ചു തന്നാൽ ഞാൻ ആവശ്യപ്പെടാൻ തയ്യാറാണ്. ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങളെയാണ് വർഗീയവാദികൾ വിളിക്കുന്നത്. 20 കൊല്ലം 30 കൊല്ലം ഇവിടെ വിഷം നിറച്ച് ജനങ്ങളുടെ മനസ്സിൽ നുണ പറഞ്ഞ് വിഷം നിറച്ച് നടക്കുന്ന LDF UDF പറഞ്ഞത് BJP വർഗീയവാദി പാർട്ടിയാണ്, ഹിന്ദു പാർട്ടിയാണ്. പച്ചമണം. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച ഒറ്റ പാർട്ടിയാണ് ഈ നാട്ടിൽ BJP.
എന്നിട്ട് LDF UDF അവര് ചെയ്തെന്താ? ഈ നാട്ടിലെ ആരെങ്കിലും പീഡന രാഷ്ട്രീയം ചെയ്യുന്നുണ്ടെങ്കിൽ അത് LDF UDF അവരൊരു മത്സരം, അപ്പീസ്മെന്റ് പോളിറ്റിക്സ്. ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു ഡയലോഗിക്കാനല്ല പറഞ്ഞത്, ഉദാഹരണം പറയാൻ. 610 കുടുംബങ്ങൾ മുനമ്പത്ത്, ക്രിസ്ത്യൻ കുടുംബങ്ങൾ, അവരുടെ പ്രോപ്പർട്ടിയും വീടും വഖഫ് ബോർഡ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ പോയി കോൺഗ്രസ് പാർട്ടിന്റെ കോൺഗ്രസ് പാർട്ടിന്റെ എടുത്തു രക്ഷിക്കണം, ഈ പ്രശ്നം പരിഹരിക്കണം. 35 കൊല്ലം ഒന്നും നടന്നില്ല, ഒന്നും ചെയ്തില്ല. വാഗ്ദാനം കൊടുത്തു, എല്ലാ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് വന്ന് വാഗ്ദാനം കൊടുത്തു, ഒന്നും ചെയ്തില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ നരേന്ദ്രമോദിജി സർക്കാർ വഖഫ് അമെൻഡ്മെന്റ് ബിൽ കൊണ്ടുവന്നപ്പോൾ ആരാണ് എന്ത് ചെയ്തു? അതേ കോൺഗ്രസ് പാർട്ടിയിലെ MPs വഞ്ചിച്ചു വിട്ടു. വഖഫ് അമെൻഡ്മെന്റ് ബിൽ വേണ്ട, അതിന് എതിരെ വോട്ട് കൊടുത്തു. എന്തിന്? ഈ 610 കുടുംബങ്ങളല്ലേ അവർക്ക് വോട്ട് കൊടുത്തത്? അവരെ നന്നായി വഞ്ചിച്ചു, ഒരു നാണമില്ലാതെ വഞ്ചിച്ചു. എന്നിട്ട് അവർ പറഞ്ഞതെന്താ? അവരെ മനസ്സിലെന്താ? ഇതൊരു ചെറിയ വോട്ട് ബാങ്ക് അല്ലേ, ഇവിടെ അവർക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. അപ്പൊ പ്രീതരാഷ്ട്രം ചെയ്യുന്ന ഒരു പാർട്ടി, 2 പാർട്ടി ഉണ്ടെങ്കിൽ നാട്ടില് UDF. ഞാൻ ഒരു ഉദാഹരണം തരാം. BJP വർഗീയവാദി പാർട്ടിയാണ് പറഞ്ഞു നടക്കുന്ന LDF UDF. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വഖഫിന്റെ എതിരെ പെറ്റീഷൻ വായിക്കുന്നത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയുന്നത് ഒരു നാണെന്നാണ് പറയാൻ സമ്മതിക്കാനാണ്. ഞങ്ങൾ കേരള നാട്ടിലെ മുസ്ലിംസ് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടി. ഞങ്ങളാണ് വർഗീയവാദി. മറ്റൊരു ആരാണ്? അവർക്ക് വേണ്ടി ആരാ പ്രവർത്തിക്കാൻ? അവർക്ക് വേണ്ടി പ്രവർത്തിക്കരുത്. അതൊരു രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തെ ഉദാഹരണം, ഈ വഖഫ് ബിൽ അമെൻഡ്മെന്റ് കൊണ്ടുവന്ന അത് മുസ്ലിംസിന്റെ എതിരെയാണ് പറഞ്ഞു നടക്കുന്ന ഈ 2 പാർട്ടികൾ. അവർക്കറിയാം അവർ പറഞ്ഞ നുണയാണ്. വഖഫ് ബിൽ ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷനെ അലൈൻ ചെയ്യാൻ, കോൺസ്റ്റിറ്റ്യൂഷനെ എതിരെ, ഭരണഘടന എതിരെ ഒരു സെക്ഷൻ 40 പുറത്തെടുക്കാൻ, പാവപ്പെട്ട മുസ്ലിംസിന് വേണ്ടി വഖഫ് ബോർഡ് ഒരു ട്രാൻസ്പെറൻസി നടക്കാൻ ആണ് കൊണ്ടുവന്നത്. പക്ഷെ നോണ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വിഷം മറിച്ച് അവര് വഖഫ് ബില്ലിന്റെ സുപ്രീം കോടതി പോയി സ്റ്റേ ചെയ്യും. അപ്പൊ ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതിന് ഞാനൊരു ഒരു ഇലക്ഷൻ സമയത്ത് പറയുന്ന കാര്യമായിട്ട് പറഞ്ഞല്ലേ, സത്യമായിട്ട് നോക്കിയത് അത് BJP ലീഡേഴ്സ് മെമ്പേഴ്സ് ആവണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ജനങ്ങൾ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, നമ്മളും ആഗ്രഹിക്കുന്നത് പാർട്ടി ചെയ്യാൻ തയ്യാറാണ്. ഈ നാട് നന്നാവണം, മുമ്പോട്ട് പോകണം. മാറാത്തത് ഇനി മാറണം എന്ന് പറഞ്ഞ് വാക്കുചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.